മിശേലത്രയും സ്നേഹം നിറഞ്ഞവരെ, നമ്മളിന്ന് വായിച്ചു കേൾക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമുക്കും വിശുദ്ധരാകണമെന്നാണ്. നമ്മൾ ഒരുപാട് വിശുദ്ധരെ കാണുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട് ഇവരെങ്ങനെയാണ് വിശുദ്ധിയിലേക്ക് വന്നതെന്ന്. അപ്പൊ ഇന്നത്തെ വചനം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വിശുദ്ധിയിലേക്ക് വരണമെങ്കിൽ, വിശുദ്ധരാകണമെങ്കിൽ, നല്ല നന്മ നിറഞ്ഞ അനുഗ്രഹം നിറഞ്ഞ ജീവിതം നയിക്കണമെങ്കിൽ സാധാരണ ജീവിതത്തിൽ നിന്ന് മാറി ഒരു അസാധാരണമായ ജീവിതത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റണം. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ തിരിച്ച് സ്നേഹിക്കുന്നു. നമുക്ക് നന്മ ചെയ്ത് നമുക്ക് തിരിച്ച് നമ്മൾ നന്മ ചെയ്യുന്നു. നമ്മളെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് നമ്മളും നല്ലത് പറയുന്നു. പക്ഷെ അത് വിട്ടിട്ട് ഇത് വചനം നമ്മളോട് പറയുകയാണ്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ആർക്കായാലും ചെയ്യാൻ പറ്റും. പക്ഷേ വിശുദ്ധനാകാൻ, ഒന്നുകൂടി ദൈവസ്ഥയിലേക്ക് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, കുറച്ചുകൂടി കൂടുതൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം വിട്ടിട്ട് നമ്മളെ സ്നേഹിക്കാത്തവരെ നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റണം. നമ്മളെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കാൻ പറ്റണം. നമ്മുടെ ശത്രുക്കൾക്ക് നന്മ ചെയ്യാൻ പറ്റണം. നമ്മളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിട്ടിട്ട് അതിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കുക. അതുകൊണ്ടാണ് ഈശോ ഇന്നത്തെ വചനത്തിൽ ആദ്യമായിട്ട് നമ്മളോട് പറയുക, ശത്രുക്കൾ നിങ്ങൾ സ്നേഹിക്കണം. ഒരു ചെകിട്ട് തടിക്കുന്ന മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം, സാധാരണഗതിയിൽ നമ്മുടെ ചെകിട്ട് തടിച്ച് നമ്മൾ തിരിച്ചങ്ങോട്ട് അടിക്കുക ചെയ്യുക. പക്ഷേ അത് വിട്ടിട്ട് നമ്മൾ വിശുദ്ധനാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സാധിക്കുക. അപ്പം അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് ആദ്യമായിട്ട് നിങ്ങളോട് എനിക്ക് ആശംസിക്കാനുള്ളത്. നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ വിട്ടിട്ട് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മളെ ദ്രോഹിക്കുന്നവരെയും, നമ്മളോട് ഒരുപാട് ദേഷ്യമുള്ളവരോടും, നമ്മളെ ഒരുപാട് ദ്രോഹിച്ചവരെയൊക്കെ തിരിച്ച് സ്നേഹിക്കുക, അതാണ് ഇത്രയും കൂടിയും കഷ്ടപ്പാട് നിറഞ്ഞ കാര്യം. അത് ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വചനമാണ്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് പെരുമാറി. എന്ത് മനോഹരമായ വചനമാണത്. അതായത് ഈശോ പറയുകയാണ്, ഇപ്പൊ ഒരാള് നമ്മളെ സ്നേഹിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആ വ്യക്തിയെ നമ്മൾ തിരിച്ച് സ്നേഹിക്കുന്നത്. ഇപ്പൊ ഞാൻ എല്ലാവരും എന്നെ കാണുമ്പോൾ എന്നെ ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനും എല്ലാവരെ കാണുമ്പോൾ ചിരിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർ എൻ്റെ വേദന എന്നെ അടുത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു വേദന ഞാനും അവരടുത്ത് വരും. അതായത് മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറണം ഞാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഞാനും മറ്റുള്ളവർ പെരുമാറണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഞാൻ എന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എൻ്റെ അപ്പുറത്തേക്ക് അതേ മനുഷ്യനും അതേ വികാരങ്ങളും വിചാരമുള്ളവൻ അതേപോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിന് ആ സ്നേഹം കൊടുക്കാനായിട്ട് പറ്റണം. ഭർത്താവ് ഭാര്യയിൽ നിന്ന് ആ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവിന് ആ സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റണം. മാതാപിതാക്കൾ മക്കളിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ മക്കൾക്ക് ആ സ്നേഹം കൊടുക്കാം. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല സ്നേഹത്തോടെ പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഞാനും മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റട്ടെ. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ധ്യാനിച്ചത് പ്രിയപ്പെട്ടവരെ. ഒന്നാമത്തെ കാര്യം, അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മളെ ദ്രോഹിക്കുക, നമ്മുടെ ശത്രുക്കളെ തിരിച്ച് സ്നേഹിക്കുക, അത് ഇത്തിരി കഷ്ടപ്പാട് നിറഞ്ഞ കാര്യമാണ്. അത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട്, മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ഞാനും മറ്റൊരു പെരുമാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ നല്ല വിശുദ്ധിയുള്ള നല്ല മക്കളായി മാറാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.